റോബർട്ടോ കാർലോസ് അന്ന് അടിച്ച ഗോളിന്റെ ഒരു രേഖാചിത്രം ഒരു ബനാന ഷേപ്പ് പോലെ ബോൾ പോയി എതിരാളിയുടെ ഗോൾ പോസ്റ്റിലേക്ക് തുളച്ചു കയറുന്ന ഈ ഗോളിനെ ബനാന കിക്ക് എന്നും കൂടി വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ അടിച്ചു കയറ്റുന്ന ഗോളിന് ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തെ മാഗ്നസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. മാഗ്നസ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ പഠിക്കാം. എൻ്റെ ഒരു ബോൾ ഉണ്ട്. ബോളിൻ്റെ ഓപ്പോസിറ്റ് ഒരു എയർ ഫ്ലോ ഉണ്ട്. ഞാൻ ഈ കർസർ ഇരിക്കുന്ന ഭാഗത്ത് ഒരാളെ കൊണ്ട് അടുപ്പിക്കുന്നു. അപ്പോൾ എന്തെടുക്കും? ഈ ബോൾ മുന്നോട്ട് നീങ്ങും. ഈ മുന്നോട്ട് നീങ്ങുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ബോൾ മുന്നോട്ട് അടിക്കുമ്പോൾ ഈ ബോളിന് ഒരു സ്പിന്നോ ഒരു റൊട്ടേഷനോ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഈ ബോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആകുക. ഇവിടെ രണ്ട് ആരോ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ആരോയുടെ നടുക്ക് എയർ മോളിക്യൂൾസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അന്നത്തെ കളിയിൽ റോബർട്ടോ കാർലോസ് എന്താണ് ചെയ്തതെന്ന് നമുക്കിവിടെ നോക്കാം. റോബർട്ടോ കാർലോസ് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്നതിന് ശേഷം അവിടുന്ന് ഓടി വന്ന് പുള്ളി ഈ ബോളിൻ്റെ മൂല ചേർത്ത് നല്ല ഫോഴ്സിൽ ഒരു അടി കൊടുത്തു. അടി കൊടുത്തതിന് ശേഷം ബോൾ മൂവായി തുടങ്ങി. ബോൾ ചെറുതായിട്ട് സ്പിൻ ചെയ്യുന്നതുകൊണ്ട് ബോൾ മുന്നോട്ട് നീങ്ങുന്നതുകൊണ്ട് ഇവിടുള്ള എയർ മോളിക്യൂൾസ് ഈ എയർ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആകുകയും ഒരു ഹൈ പ്രഷർ ഉണ്ടാകുകയും ചെയ്യും. ഈ ബോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ് കറങ്ങുന്നതുകൊണ്ട് ഇവിടുത്തെ എയർ മോളിക്യൂൾസ് ഈ എയർ ഫ്ലോയുമായിട്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ലോ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആവുകയും ഇവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ മോളിക്യൂൾസ് സഞ്ചരിക്കുകയും ബോളിൻ്റെ ഡയറക്ഷൻ ചെറുതായിട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഡീവിയേറ്റ് ചെയ്തു വരികയും ചെയ്യും. അങ്ങനെ ചെയ്ത് വന്ന് ഗോൾ പോസ്റ്റിൽ കയറും. ഇതാണ് മാഗ്നസ് എഫക്റ്റ്.